ചിറകുകൾ എന്ന പേര് നമ്മുടെ ഇടവകയിൽ കലാമത്സരങ്ങളും രചനാ മത്സരങ്ങളും നടത്തുകയുണ്ടായല്ലോ. സ്കൂളിലും കോളേജിലും പോകാൻ കഴിയാതെ സ്വന്തം വീട്ടിലിരുന്ന് സമയം നീക്കിയിരുന്ന നമുക്ക് ഒരു നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു ചിറകുകൾ എന്ന ഓൺലൈൻ യൂത്ത് ഫെസ്റ്റിവൽ. ഓൺലൈൻ വഴിയാണെങ്കിലും ഈ മത്സരങ്ങൾക്ക് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. 2 ആഴ്ചയോളമായി നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ് കൂടുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി സാനി എസ്.എസിനെ ക്ഷണിക്കുന്നു. വന്ദേശ്വര സദാഭിചിന്മയ വന്ദേ അനവരതം പരാത്മാ കൃപാവരം ചൊരിയൂ സ്നേഹസ്വരൂപ പരാത്മാ കൃപാവരം ചൊരിയൂ വന്ദേശ്വര സദാഭിചിന്മയ വന്ദേ അനവരതം. സ്വാഗതം ആശംസിക്കുന്നതിനായി റിജോയെ ക്ഷണിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ വികാരി അച്ഛനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ മാതാപിതാക്കളെയും സൺഡേ സ്കൂൾ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഇടവക അംഗങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി എല്ലാ MCM അംഗങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ചിറകുകൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി സാന്ദ്ര പി സച്ചിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പള്ളിയിൽ വികാരി അച്ഛൻ്റെ സപ്പോർട്ട് കൂടി MCYMന്റെ നേതൃത്വത്തിൽ നടന്ന ചിറകുകൾ എന്ന യൂത്ത് ഫെസ്റ്റിവൽ എനിക്ക് വളരെ ഇഷ്ടമായി. സ്കൂളുകളില്ലാത്ത ഈ സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് ബോറടിച്ചിരുന്ന ഞങ്ങൾക്ക് നല്ലൊരു വിനോദമായിരുന്നു ഇത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കലാമത്സരങ്ങളും രചനാ മത്സരങ്ങളും എല്ലാം തന്നെ വളരെ രസകരമായിരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ കഴിവുകൾ വളർത്താനും മാനസിക ഉത്സാഹം നേടാനും ഇതിലൂടെ എനിക്ക് സാധിച്ചു. എല്ലാ പരിപാടികളും വളരെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്തത്. കുട്ടികളുടെ സന്തോഷത്തിനും മാനസിക ഉത്സാഹത്തിനുമായി MCM നടത്തിയ ചിറകുകൾ എന്ന ഫെസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് MCYMന്റെ പ്രോഗ്രാമുകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. അടുത്തതായി നമ്മൾ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ചിറകുകൾ കലാരചനാ മത്സരങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനായി നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡ്രൈവ് ചെയ്യാണ്. രഞ്ജിത്ത് ലൈനിലുണ്ടോ? രഞ്ജിത്ത് ഉണ്ടോ? രഞ്ജിത്ത് അതങ്ങ് അനൗൺസ് ചെയ്യും. ഞാനിപ്പോ ഡ്രൈവ് ചെയ്യാണ്, ഞാൻ എത്തിയിട്ടില്ല. അനൗൺസ് ചെയ്തോ കേട്ടോ. ഞാനുണ്ട്, ലൈനിലുണ്ട് ഞാൻ. ആയിക്കോട്ടെ, ശരി. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ചിറകുകൾ 2021 ഓൺലൈൻ ഫെസ്റ്റിന്റെ റിസൾട്ട് വായിക്കുകയാണ്. ആദ്യമായിട്ട് ലിറ്ററൽ ഫെസ്റ്റിന്റെ ആണ്. ലിറ്ററൽ ഇവന്റ്സിന്റെ റിസൾട്ട് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ ലിറ്ററൽ ഇവന്റ്സ് ബൈബിൾ ക്വിസ് സീനിയേഴ്സ് സാന്ദ്ര SK, സെക്കൻഡ് റിജോബി സജി. ബൈബിൾ ക്വിസ് ഇന്റർമീഡിയറ്റ് അബ്സാഗിൽ ഫസ്റ്റ്, റിനിയസ് സെക്കൻഡ്. വേദവാക്യ രചന സീനിയേഴ്സ് ഫസ്റ്റ് പ്രൈസ് സാനിയ P സച്ചു, സെക്കൻഡ് പ്രൈസ് സാന്ദ്ര SK. വേദവാക്യ രചന ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് പ്രൈസ് അബ്സാഗിൽ, സെക്കൻഡ് അലീന രാജ് B.
വേദവാക്യ രചന ജൂനിയേഴ്സ്. ഫസ്റ്റ് പ്രൈസ് സാന്ദ്ര പി സച്ചു. സെക്കൻഡ് പ്രൈസ് അമൻ ആർ. പോയം റൈറ്റിംഗ് സീനിയേഴ്സ്. ഫസ്റ്റ് പ്രൈസ് റീന ജെ ആന്റണി. സെക്കൻഡ് പ്രൈസ് സാനിയ പി സച്ചു. പോയം റൈറ്റിംഗ് ഇന്റർമീഡിയറ്റ്. ഫസ്റ്റ് പ്രൈസ് അഫ്സാഗിൽ. പോയം റൈറ്റിംഗ് ജൂനിയേഴ്സ്. ഫസ്റ്റ് പ്രൈസ് വൈഷ്ണവി ബി. സെക്കൻഡ് പ്രൈസ് ജിസ്ന വിനോദ് ആൻഡ് അമൻ ആർ. essay writing seniors. first prize Rijo B Saji. second prize Nimisha R. essay writing intermediate. first prize Alina Raj B. second prize Apsagil. story writing first prize seniors Salu Joy. second prize Reena J Anthony. story writing intermediate. first prize Reema Sam. second prize Apsagil. story out of a given picture seniors. first prize Reena J Anthony. second prize Rijo B Saji. story out of given picture intermediate. first prize Alina Raj B. second prize Renius. story book review seniors. first prize Rijo B Saji. second prize Sania P Sachu and Aditya Raj S. book review intermediate. first prize Apsagil. film review seniors. first prize Rijo B Saji. second prize Aditya Raj S. intermediate. first prize Apsagil. lyrics writing intermediate. first prize Apsagil. pencil drawing juniors. first prize Ashima R Matthew. second prize Vaishnavi B. pencil drawing sub juniors. first prize Alisa R Matthew. second prize Shikha L Vinod. coloring juniors. first prize Jisna Vinod. second prize Ashima R Matthew. sub juniors coloring first prize Shikha L Vinod. second prize Alan Raj. cartoon drawing first prize juniors Aman R. second prize Sushant AN. drawing seniors. first prize Alan R Matthew. Rijo S. intermediate. first prize Ansi JS. Rini S. ലിറ്ററൽ ഇവന്റ്സിന്റെ ഇത്രയുമായിരുന്നു ലിറ്ററൽ ഇവന്റ്സ്. അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ കൾച്ചറൽ ഇവന്റിന്റെ റിസൾട്ട് ആണ്. അത് ഫസ്റ്റ് ആക്ഷൻ സോങ്. ആക്ഷൻ സോങ് സബ് ജൂനിയേഴ്സ്. ഫസ്റ്റ് പ്രൈസ് അലൻ രാജ് ബി. സെക്കൻഡ് പ്രൈസ് ഐശ്വര്യ എ എസ്. ഫോക്ക് ഡാൻസ് ഇന്റർമീഡിയറ്റ്. ഫസ്റ്റ് പ്രൈസ് അലീന രാജ്. സബ് ജൂനിയർ നിയ എസ് എൻ. സോളോ സോങ് seniors. first prize Anjali JS. second prize Sania SS. solo song intermediate. first prize Ansi JS. second prize Apsagil. juniors solo song. first prize Sandra P Sachu. second prize Aman R. solo song sub junior. first prize Alisa R Matthew. second prize Alan Raj B. stringed instruments sub juniors Alan Raj B. recitation seniors. first prize Anjali JS. recitation intermediate. first prize Ansi JS. second prize Apsagil. elocution first prize intermediate Apsagil. caption contest seniors. first prize Sandra SK. intermediate Apsagil. juniors Sushant SN. reels intermediate. first prize Reema Sam. troll making seniors. first prize Rijo B Saji. second prize Daniel Yeshirajan. troll making intermediate. first prize Apsagil. photography seniors. first prize Rijo B Saji. second prize Daniel Yeshirajan. photography intermediate. first prize Apsagil. photography juniors. first prize Sushant SN. mono act seniors. first prize Sandra SK. second prize Rijo B Saji. mono intermediate. first prize Apsagil. fancy dress sub juniors. first prize Alan Raj B. second prize Shikha L Vinod. storytelling sub juniors. first prize Alan Raj and Shikha L Vinod. second prize Nia SN. bible reading seniors. first prize Sandra S Kunjuman. second prize Anjali JS. intermediate bible reading
ഫസ്റ്റ് പ്രൈസ് അപ്സാഗിൽ, സെക്കൻഡ് പ്രൈസ് ആൻസി JS. ബൈബിൾ റീഡിംഗ് ജൂനിയേഴ്സ്, ഫസ്റ്റ് പ്രൈസ് അമൻ R, സെക്കൻഡ് പ്രൈസ് സാന്ദ്ര P സച്ചു. ഇനി ഇതിൽ കൂടാതെ കുട്ടികളുടെ ബാക്കി കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ബാക്കി കുറച്ച് പരിപാടികൾ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും. പിന്നെ വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അടുത്തതായി അധ്യാപകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചിറകുകൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നതിനായി ശ്രുതി ചേച്ചിയെ ക്ഷണിക്കുന്നു. അപ്പം ബഹുമാനപ്പെട്ട അച്ഛ, MCM സുഹൃത്തുക്കളെ, ആദ്യം തന്നെ നമ്മുടെ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ നമ്മുടെ പള്ളിയിൽ നടത്തി, നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അത് നടത്തിയ നമ്മുടെ MCM സുഹൃത്തുക്കൾക്കും അതിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയ നമ്മുടെ വികാരി അച്ഛനും നല്ല ഒരു ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു മക്കൾ, നമ്മുടെ ഈ ഇപ്പം 12th വരെയുള്ള കുട്ടികൾ ആണെങ്കിൽ പോലും അവർ വീട്ടിലിരുന്ന് അവരുടെ കഴിവുകളെല്ലാം മുരടിച്ചു പോയൊരവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം ഒന്ന് ഉണർന്നു. നിങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു. അപ്പം അതിനെല്ലാം ഇവർക്ക് പങ്കെടുക്കാനും എല്ലാം കഴിഞ്ഞു. കുട്ടികളുടെ നല്ല രീതിയിൽ അവരുടെ പാരൻസിന്റെ സപ്പോർട്ടോടു കൂടി നല്ല രീതിയിലുള്ള ഒരു എഫേർട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെല്ലാത്തിനും നിങ്ങളോട് MCM സുഹൃത്തുക്കളോടും നമ്മുടെ വികാരി അച്ഛനോടും എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നിങ്ങളിപ്പം ഓരോരുത്തരും ഇപ്പം രഞ്ജിത്ത് ആയാലും ശരി, അൻസ ആയാലും അഭിജിത്ത് ആയാലും അഭിരാജ് ആയാലും എല്ലാവരും ഇങ്ങനെ ടീച്ചേഴ്സിനെ വിളിക്കുമായിരുന്നു കുട്ടികളെ. ഇപ്പം പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളെ പോലും നിങ്ങളാണ് മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഓരോരോ ഇവന്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാ MCM സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ അധ്യാപകരുടെ പേരിലുള്ള ഭയങ്കര അകമഴിഞ്ഞ നന്ദി ഞാൻ നേരിടുകയാണ്. അതുപോലെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് ഓൺലൈൻ വഴി പ്ലാറ്റ്ഫോമിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തുടരണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ മീറ്റിംഗിനെ പറ്റി 2 വാക്ക് പറയുന്നതിനായി നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട രതീഷ് സാറ്, പ്രിയ MCM പ്രസിഡന്റ് രഞ്ജിത്ത്, മാതാപിതാക്കളെ, മതാധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രിയ യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിലെ ഒരു വലിയ അഭിമാനത്തിന്റെ നിമിഷമാണ് ഇത്. കാരണം യുവജനങ്ങള് കഴിഞ്ഞ 2 ആഴ്ചയിൽ നടത്തിയ യുവജനോത്സവം, അത് എത്ര നന്ദി പറഞ്ഞാലും അല്ലെങ്കിൽ അഭിനന്ദിച്ചാലും നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സജീവമാക്കാൻ അവർ ഏറ്റെടുത്ത ഒരു ത്യാഗവും സമർപ്പണവും. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സാധ്യതകൾ കണ്ടെത്തി അതിനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ വളർത്തുന്നവരായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കഴിവിലുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായി. നമുക്കറിയാം, ഈ ആടി ഉലയുന്ന മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിക്ക് പേടിയില്ല. ആ നല്ല കാറ്റത്ത് ഇങ്ങനെ ആടി ഒലയുന്ന മരക്കൊമ്പില് പക്ഷികൾ ഇരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷികൾക്ക് പേടിയില്ല. കാരണം ഈ പക്ഷികള് ആശ്രയിക്കുന്നത് ആ മരക്കൊമ്പിലല്ല, ഇരിക്കുന്ന മരക്കൊമ്പിലല്ല, പിന്നെയോ അവരുടെ ചിറകുകളിലാണ്. ഈ ചിറകുകളിലാണ് അവരുടെ ആശ്രയവും. ആ ഒരു ആത്മവിശ്വാസമാണ് ആ പേടിപ്പെടുത്തുന്ന അവസരത്തിലും ആ മരച്ചിലെ അവരെ ഇരുത്തുവാൻ സഹായിക്കുന്നത്. അപ്പൊ ചിറകുകൾ നൽകുന്ന ഒരു ആത്മവിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് ഈ യുവജനോത്സവം വഴി കാരണമായി. നല്ലൊരു പേരും കൊടുത്തു, ചിറകുകൾ. ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ ഈ ചിറകുകൾ ആവശ്യമാണ്. മഴമേഘങ്ങൾക്ക് മുകളിലേക്ക് ഉയർന്നു പോകുന്ന കഴുകനെ പോലെ നമുക്കും ജീവിതത്തിൽ ഇങ്ങനെ ഉന്നതങ്ങളിലേക്ക് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അവസരം കൊടുത്ത യുവജനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, നിങ്ങളെല്ലാം നേതൃത്വമായിട്ട് നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇത് ഒറ്റപ്പെട്ടു പോയത്. എല്ലാവരുടെയും സഹമുണ്ട്. പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ എവിടെയൊക്കെ ഉണ്ടായി കാണും. അതൊക്കെ ഇതിനകത്ത് അതെല്ലാം അങ്ങ് ഇല്ലാതായി. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കഴിവുകൾ നന്നായിട്ട് അവർ പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുകയാണ്. നന്നായിട്ട് പഠിക്കണം നമ്മുടെ കുഞ്ഞുങ്ങള്, മിടുക്കരായിട്ട് വളർന്നു വരണം.
നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ അന്ധകാരം നിറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഒരിക്കലും അണഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തോടുള്ള ബന്ധം നിങ്ങൾ എന്നും നന്നായി കാത്തു സൂക്ഷിക്കണം. ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കൂടെ നിങ്ങൾ വളരണം, ദൈവത്തിന്റെ കൂടെ നിങ്ങൾ ജീവിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം വിജയത്തിലെത്തി. നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി. ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ നമ്മൾ കാണുന്ന വളരെ വേദനാജനകമായ ഒത്തിരി കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീധനം എന്ന അതിന്റെ പേരിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന അനേക പെൺകുട്ടികളെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പണമല്ല, അധികാരമല്ല, സ്ഥാനമാനങ്ങളല്ല, നമ്മുടെ ഉള്ളിലെ നന്മ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മനസാക്ഷിയെ നന്നായി രൂപപ്പെടുത്തണം. ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ സ്നേഹവും അനുകമ്പയും പുലർത്തണം. നിങ്ങളോട് തന്നെ നിങ്ങൾ സത്യസന്ധത പുലർത്തണം. എങ്കിലേ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കും. ഈ ആപ്പിൾ കമ്പനിയുടെ അധിപനായ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വായിച്ച് പഠിക്കണം. സ്റ്റീവ് ജോബ്സിന്റെ ജീവചരിത്രം നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ടൈം ഈസ് സോ ലിമിറ്റഡ്. സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഈ ചുരുങ്ങിയ സമയം മറ്റുള്ളവരുടെ ജീവിതമല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതങ്ങൾ ജീവിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കിയാണ്. പിള്ളേരെ കണ്ടിട്ടുണ്ട്, സിനിമാ നടന്മാരെ അനുകരിച്ച് മുടി വെട്ടുന്നു, നല്ല ഡ്രസ്സ് ധരിക്കുന്നു, സ്പോർട്സ് താരങ്ങളെ അനുകരിച്ച് അവർ നടക്കുന്ന പോലെ നടക്കുന്നു, അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു. നമ്മൾക്ക് ഈ അനുകരണ ഭ്രമം ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് എന്ത് പറ്റി, നമ്മളുടെ സ്വന്തം തനിമ നമുക്ക് നഷ്ടമാകുക. അതുകൊണ്ട് സ്റ്റീവ് ജോബ്സ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ചുരുങ്ങിയ സമയം മറ്റുള്ളവരുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്റ്റീവ് ജോബ്സ് തന്റെ ജീവിതത്തിൽ തിരിച്ചടികളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പഴയ ജീവചരിത്രമൊക്കെ നമ്മൾ വായിച്ചു നോക്കും. അദ്ദേഹം 2011 മരിച്ചു പോയെങ്കിലും അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട്. അങ്ങനെയാണ് ആപ്പിൾ കമ്പനി ആരംഭിക്കുന്നത്. ആപ്പിൾ ഐഫോൺ, ആപ്പിൾ ഐപാഡൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ കഥകളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു മനുഷ്യന് അങ്ങനെ അത് സാധിച്ചത് ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടും കിട്ടിയ സമയം നന്നായി പ്രയോജനപ്പെടുത്തി അവന്റെ കഴിവിലുള്ള ഒരു വലിയ വിശ്വാസം, അതിനേക്കാൾ ഉപരി ദൈവത്തിലുള്ള നിരന്തരമായ ആശ്രയം. ഇതൊക്കെ കൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് അവന്റെ ജീവിതത്തിൽ വിജയിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിക്കും, എനിക്ക് കഴിവില്ല, അല്ലെ എനിക്കൊന്നും അറിയത്തില്ല, അല്ലെ എന്റെ ചുറ്റുപാടുകൾ മോശമാണ്, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ തന്നെ വിശ്വാസം അർപ്പിക്കുക, കിട്ടുന്ന സാധ്യതകൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി വളരുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കണം. only one life, there is no retake. നമുക്ക് സിനിമ ഷൂട്ടിങ്ങിലൊക്കെ ഒരു ഭാഗം പല പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടാണ് അതിന്റെ പെർഫെക്റ്റിലേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു റീടേക്ക് നമുക്കില്ല. നമുക്ക് ഒറ്റ ഒരു ജീവിതമേ ഉള്ളൂ. എന്റെ കഴിഞ്ഞു പോയ 10 വർഷം ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അത് ഒന്നുകൂടെ അങ്ങനെ ജീവിക്കാമെന്ന് ചിന്തിച്ചാൽ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് there is no retake in our life. നിങ്ങൾ ഈ ഉള്ള ജീവിതം നന്നായിട്ട് ജീവിക്കാൻ കിട്ടുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക, ദൈവത്തോട് ചേർത്ത് നിൽക്കുക, മാതാപിതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക, നിങ്ങളുടെ കഴിവുകൾ വളർത്തുക. നമ്മുടെ സമയം നമ്മൾ വെറുതെ പാഴാക്കി കളയരുത്. ഇത് ഏറ്റവും വലിയ സമ്പത്താണ്. നമ്മുടെ സമയം, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ സമയമാണ്. അതുകൊണ്ട് സമയം ഒരിക്കലും നഷ്ടമാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, കാലവും കടൽത്തിരയും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല, അല്ലെ? ടൈം ആൻഡ് ടൈഡ്, അല്ലെ? അത് ആർക്കും വേണ്ടി വെയിറ്റ് ഫോർ നൺ, ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ലെന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നമുക്ക് വേണ്ടി അപ്പൊ നമ്മൾ ഇതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി ചെയ്ത് വിജയിക്കുക. അതിന് നമ്മുടെ യുവജനങ്ങൾ ഒരു അവസരം തന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളോടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സൊക്കെ ഒത്തിരി മടുത്തിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പള്ളിയും കാര്യങ്ങളൊക്കെ ഇല്ലാതായപ്പോഴത്തേക്ക് പലർക്കും അലസത, മടി ഇതൊക്കെ വർദ്ധിച്ചു. ഇനി പള്ളിയിൽ പോകണോ, ദൈവത്തെ നമ്മൾ ഇനി പ്രാർത്ഥിക്കണോ, വീട്ടിലിരുന്നാൽ ഇതൊക്കെ നടക്കുകയില്ലേ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇതൊരു ഒരു ചെറിയ ഇടവേള മാത്രമായിരുന്നു. അപ്പൊ ഇതിനെ നമ്മൾ അതിജീവിച്ച് മുന്നേറണം. അപ്പൊ അതുകൊണ്ട്
നിങ്ങൾ കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക. നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും, പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ പ്രത്യേകമായ ഒരു കഴിവ്, ഒരു സമർപ്പണം, കൂടെ പ്രവർത്തിച്ചവര് അവരെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെ, സന്ദർശകർ, അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിന്നു. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി അച്ഛ. അടുത്തതായി ഈ മീറ്റിംഗിനെ പറ്റി 2 വാക്ക് പറയുന്നതിനായി രതീഷ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, MCYM സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞാല് ഇത് യുവജന സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നത് തന്നെ വളരെയധികം നമുക്ക് മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 1.5 വർഷത്തോളമായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് ഈ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തു തന്നെ വലിയൊരു അനുഗ്രഹമായി ഇരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അതിനുവേണ്ടി നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് MCYM പ്രസിഡന്റ്, സെക്രട്ടറി, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നത്. കാരണം എല്ലാവർക്കും തന്നെ വളരെയധികം ഒത്തിരി തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതിന് മുന്നേ, അതായത് പ്രോഗ്രാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ ഇൻസ്ട്രക്ഷൻസും മറ്റുമൊക്കെ കൊടുക്കുകയും അതനുസരിച്ച് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ട ഫലമായിട്ട് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആശംസകളും, എല്ലാവിധ സ്നേഹവും എല്ലാം നമ്മുടെ ഇടവക കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. താങ്ക് യു. അടുത്തതായി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നതിനായി വിനേഷ് എത്തിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഈ ഒരു അവസരത്തിൽ ചിറകുകൾ എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി അധ്വാനിച്ച് ഇത് വിജയിപ്പിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയുക എന്ന കർത്തവ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ആദ്യമേ തന്നെ ഈ പ്രോഗ്രാം ഇത്ര വിജയമായി തീർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹവും ചൊരിഞ്ഞ സർവശക്തനായ ദൈവത്തിനോട് ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും തന്ന് ഞങ്ങൾക്ക് ഒരു വലിയ ഗൈഡായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. അച്ഛൻ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എപ്പോഴൊക്കെ തളർന്നു പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞങ്ങളുടെ പല ജീവിതങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും കഥകളിലൂടെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു സഹായം തന്ന അച്ഛനെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ്, അവരുടെ സപ്പോർട്ട്, പിന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ട് തന്ന നമ്മുടെ ഇടവകയിലെ കമ്മിറ്റി മെമ്പേഴ്സ്. പിന്നെ അടുത്തതായി എടുത്തു പറയേണ്ടത് ഈ പ്രോഗ്രാമിന്റെ ആശയം മുന്നോട്ട് വെക്കുകയും ഇത്രയും വിജയകരമാൻ വേണ്ടി ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് രഞ്ജിത്ത് ഏട്ടനെയാണ്. രഞ്ജിത്ത് ഏട്ടൻ ഈ ആശയം മുന്നോട്ട് കൊണ്ടുവരികയും ഇതിനു വേണ്ടിയിട്ട് കുറെ ഐഡിയാസ് നമുക്ക് തരികയും കൂടുതൽ പ്രവർത്തിക്കുവാൻ വേണ്ട ഒരു ഊർജവും തന്ന രഞ്ജിത്ത് ഏട്ടനെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി രഞ്ജിത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ MCYM സെക്രട്ടറി ടീന ചേച്ചി, എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീന ചേച്ചിയെ ഈ സമയത്ത് ഓർക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ചിറകുകൾ എന്ന ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായിട്ട് പരിശ്രമിച്ച ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ജിജോ, സേതു, അൻസ, അർഷ, അഭിരാജ്, അഭിജിത്ത്, ഇവരെല്ലാവരും ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം, ഈ പരിപാടിയുടെ ഏറ്റവും ലീഡിങ്ങിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. ഇവരുടെ കീഴിലായിരുന്നു ബാക്കി എല്ലാവരും വർക്ക് ചെയ്തത്. അത്രയും നല്ല രീതിയിൽ ലീഡ് ചെയ്ത ഇവരെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി ഓർക്കേണ്ടത് ഈ പ്രോഗ്രാമിന് നേരിട്ടുള്ള സാന്നിധ്യം അല്ലെങ്കിലും ഈ പ്രോഗ്രാം എല്ലാം ജഡ്ജ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. വളരെ കൃത്യമായ രീതിയിൽ കുട്ടികളുടെ വർക്കുകളെ ജഡ്ജ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഈ പ്രോഗ്രാമിന്റെ ജഡ്ജസിനെ ഓർക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവര് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പ്രോഗ്രാംസിനും മുന്നോട്ട് വരികയും അവരുടെ നല്ല രീതിയിലുള്ള ഒരു പരിശ്രമം അവരല്ലെങ്കിൽ അത് എൻജോയ് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിന് വലിയൊരു നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇവരെ ഒരുക്കിയ ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, പിന്നെ നമ്മുടെ ഇടവകയിലെ ഇവരുടെ പേരൻസ്,
അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അവസാനമായി ഈ പരിപാടിയുടെ വിജയത്തിനായി അധ്വാനിച്ച ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.